പഴനിയിൽ പാതി കൊടുമ്പ്. ഹലോ ഫ്രണ്ട്സ്, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുരുകൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കൊടുമ്പ് ശ്രീ വള്ളി ദേവസേന സമേത കല്യാണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 2025 രഥോത്സവത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കൊടുമ്പ് ക്ഷേത്രം പഴനി മുരുകൻ്റെ പകുതിയായി വിശ്വസിക്കപ്പെടുന്നു. ശോകനാശിനി നദിയുടെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശോകനാശിനി നദിയിൽ കുളിച്ചാൽ ഒരു ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്രാവശ്യത്തെ തൈപ്പൂയത്തിൻ്റെ തലേന്ന് ഞങ്ങൾ കൊടുമ്പ് ക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. തൈപ്പൂയത്തിന് എല്ലാ വർഷവും ഞങ്ങളിവിടെ വരാറുണ്ട്. എന്തായാലും ഒരു 10 ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഫെബ്രുവരി 4 മുതൽ ഫെബ്രുവരി 14 വരെ തൈപ്പൂയ ആഘോഷങ്ങളുണ്ടായിരുന്നു. രഥാരോഹണം, തേരോടുന്നതും ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി തിരുമഞ്ജനം വരവും അതുപോലെ വിവിധ വാദ്യമേളങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. രഥാരോഹണം, രഥപ്രവേശം, തേരോട്ടം, രഥം നിലയ്ക്കു നിൽക്കൽ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 3 ദിവസങ്ങളിൽ അന്നദാനം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും വൈകുന്നേരം ഓട്ടൻതുള്ളൽ, നാടൻപാട്ട്, ചാക്യാർകൂത്ത്, അങ്ങനെ കുറേ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. പൂന്തേരോട്ടം, അതായത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വള്ളി ദേവസേന സമേതരായിട്ട് പുഷ്പരഥത്തിൽ എഴുന്നള്ളിപ്പ്, അതുപോലെ തന്നെ ശംഖാഭിഷേകം, 108 ശംഖുകൾ കൊണ്ടുള്ള അഭിഷേകം, ലക്ഷാർച്ചന, കളഭാഭിഷേകം, അങ്ങനെ ഒരുപാട് വിശേഷാൽ പൂജകളും ഈ സമയത്ത് ഇവിടെ ഉണ്ടാകും. തൈപ്പൂയത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടോ. രാവിലെ നടക്കുന്ന ഹോമം ആയിരുന്നു ഇത്. ഇവിടെ അമ്പലത്തിന് ചുറ്റും തന്നെ ശ്രീ മുരുകനെ കൂടാതെ തന്നെ ശ്രീ ഗണപതി, അയ്യപ്പസ്വാമി, ശിവൻ, അതുപോലെ തന്നെ നാഗങ്ങൾ, അങ്ങനെ കുറേ പ്രതിഷ്ഠകൾ കൂടിയുണ്ട് കേട്ടോ. ഒരുപാട് കാണാനും നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റിയ ഒരു അമ്പലം തന്നെയാണിത്. ഞങ്ങൾ എന്തായാലും വർഷത്തിൽ ഒരിക്കൽ വരാറുണ്ട് കേട്ടോ. ഈ തൈപ്പൂയ സമയത്ത് ഏതെങ്കിലും 1-2 ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവും. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ കൂട്ടിയിട്ട് വരുമായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ വർഷങ്ങൾ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം മോനുണ്ടായിട്ട്, മോന് നമ്മൾ ഫസ്റ്റ് ടൈം തല മുട്ടയടിക്കുമ്പോൾ പഴനിയിൽ പോകണമാണല്ലോ നമ്മുടെ വിശ്വാസം. അല്ലെങ്കിൽ പഴനിയിൽ പാതി കൊടുമ്പിൽ പോകാമെന്ന് വിചാരിച്ച് ഇവിടെയായിരുന്നു വന്ന്. 1 വയസ്സ് തികയുന്നതിൻ്റെ മുമ്പോ അതിന് ശേഷം അങ്ങനെ അന്ന് മുതൽ എല്ലാ വർഷവും ഇവിടെ വരുമായിരുന്നു കേട്ടോ.
രഥോത്സവ സമയത്ത് ഓരോ ദിവസവും സ്വാമിയെ ഓരോ വാഹനത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ഒരു ദിവസം ഹംസവാഹനത്തിലാണെങ്കിൽ പിന്നെ ഗജവാഹനത്തിലും മയിൽ വാഹനത്തിലും അശ്വവാഹനത്തിലും അങ്ങനെ ശ്രീ ബാലസുബ്രഹ്മണ്യനോടൊപ്പം തന്നെ ശ്രീ ഗണപതിയും ശ്രീ വീരബാഹു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വള്ളി ദേവസേന സമേതരായും എഴുന്നള്ളിപ്പുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ രഥം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. നാളെ ആവുമ്പോഴേക്കും ഇത് പൂർണ്ണമാവും. അതായത് തൈപ്പൂയ ദിവസമാണ് രഥോത്സവം നടക്കുന്നത്, തേരോടുന്നതെല്ലാം. അപ്പോൾ ഇന്ന് അത് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൈപ്പൂയത്തിൻ്റെ തലേന്നാളാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഒരുപാട് ഭംഗിയായിട്ട് വളരെയധികം വിവിധ കൊത്തുപണികളോടുകൂടി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ. ഇത് ചക്രമാണ്, രഥത്തിൻ്റെ ചക്രം. നല്ല ഭംഗിയായിട്ട് മരത്തിൽ പണിത കൊത്തുപണികൾ. ഇങ്ങനെ സൂം ചെയ്ത് നോക്കുക, അറിയാൻ പറ്റും. മൂന്ന് രഥങ്ങളാണുള്ളത്. അവിടെ ഇത് ഏകദേശം അലങ്കരിച്ചു കഴിഞ്ഞു. ഇനിയുണ്ട് കേട്ടോ. ഇതിൽ ഭഗവാനെ ഇരുത്തും. അതിനുശേഷം ദീപങ്ങളും അതുപോലെ പൂക്കളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടായിരിക്കും. ഇത് കുറച്ച് ചെറുതായിരുന്നു. ഇനി രണ്ടെണ്ണം വലുത്. ഇത് ഏകദേശം അലങ്കാരം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, അത് കയറ് കെട്ടി വലിക്കാനായിട്ടുള്ളതും എല്ലാം കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
രഥോത്സവം അവസാന ദിവസം മഞ്ഞ നീരാട്ട്, അതായത് ആറാട്ടുണ്ടായിരിക്കുന്ന പറയണത്. അലങ്കരിച്ച പല്ലക്കിൽ സ്വാമി എഴുന്നള്ളിപ്പും പാണ്ടിമേളവും അതുപോലെ വിശേഷാൽ പൂജകളോട് കൂടിയിട്ട് വളരെയധികം ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ, 10 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. തൈപ്പൂയത്തിനോടനുബന്ധിച്ച് നടക്കുന്ന രഥോത്സവത്തിന് പുറമെ ഇവിടെ ശൂരസംഹാരം അങ്ങനെയുള്ള കുറേ ആഘോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫെബ്രുവരി 4 മുതൽ 14 വരെ നടന്ന ഉത്സവത്തിൻ്റെ വീഡിയോ ആണിത്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. മഹാഭാരതം അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇടണ്ടെന്ന് വിചാരിച്ച് കുറച്ച് വൈകിയതാണ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആര്യലൈസ് വ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ആര്യലൈസ് വ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. ആര്യലൈസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.